യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷകൾ ഇന്ന് പരിഗണിക്കും. സെക്രട്ടേറിയറ്റ് DGP ഓഫീസ് മാർച്ചുകൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ ജാമ്യാപേക്ഷകളാണ് പരിഗണിക്കുന്നത്. അതേസമയം പ്രതിഷേധം കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് പങ്കെടുക്കുന്ന നൈറ്റ് മാർച്ചും ഇന്ന് വൈകിട്ട് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നതാണ്, വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത്. അക്രമാസക്തമാവുന്ന നിലകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടക്കാൻ സാധ്യതയുണ്ടോ? ഇന്ന് പറഞ്ഞിരിക്കുന്നത് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് പങ്കെടുക്കുന്ന നൈറ്റ് മാർച്ചാണ്. അത് മാത്രമാണോ ഇന്നത്തെ പരിപാടി? അതുമാത്രമല്ല, അറിയേണ്ട മറ്റൊരു കാര്യം, ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നുണ്ട്. സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. ഒരു പ്രാവശ്യം ജാമ്യം നിഷേധിച്ചതാണ്. എന്തൊക്കെയാണ് നമ്മൾക്ക് പറയാൻ സാധിക്കുന്ന വിവരങ്ങൾ? വിദ്യ, കഴിഞ്ഞ മാസം സെക്രട്ടേറിയറ്റിൽ നടന്ന മാർച്ചിൽ ഉണ്ടായ ആക്രമണത്തെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതും പിന്നീട് റിമാൻഡിൽ വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ ഇന്ന് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യം പരിഗണിക്കുന്നത്. കൂടാതെ ഇന്നലെയും രാഹുലിനെതിരെ 3 കേസുകൾ കന്റോൺമെന്റ് പോലീസും അതുപോലെ തന്നെ മ്യൂസിയം പോലീസും രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ സെക്രട്ടേറിയറ്റിൽ നടന്ന മാർച്ചിനെ തുടർന്നുണ്ടായ ആക്രമവുമായി ബന്ധപ്പെട്ട 2 കേസും മറ്റൊന്ന് DGP ഓഫീസിലേക്ക് നടന്ന മാർച്ചുമായി ബന്ധപ്പെട്ട ഒരു കേസുമാണ് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ തുടർന്നുണ്ടായ അറസ്റ്റിൽ ഇന്നലെ തന്നെ രാഹുലിന് ജാമ്യം കിട്ടിയിരുന്നു. DGP ഓഫീസിലേക്ക് നടന്ന മാർച്ചിനെ തുടർന്നെടുത്ത കേസിലാണ് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇന്ന് ഈ 2 ജാമ്യാപേക്ഷകളാണ് പരിഗണിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ കോടതി ജാമ്യാപേക്ഷ നീട്ടുകയാണ് ചെയ്തത്. ഇന്നാണ് പരിഗണിക്കാനുള്ള ഡേറ്റ് ഇട്ടിരുന്നത്. 22 തീയതി വരെ, അതായത് ഈ മാസം 22 വരെയാണ് രാഹുലിന്റെ റിമാൻഡ് കാലാവധി ഉള്ളത്. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ തള്ളുകയോ അല്ലെങ്കിൽ തീയതി നീട്ടുകയോ ചെയ്താലും രാഹുൽ ജയിലിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും കുറച്ചു കഴിയുമ്പോൾ രാഹുലിന്റെ ജാമ്യാപേക്ഷകൾ കോടതി പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് കേരളത്തിലെത്തുന്നുണ്ട്. ഇന്ന് രാത്രി നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. BV ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് രാത്രി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാനായി അവർ തയ്യാറെടുക്കുന്നത്. രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ നടന്നത്. ഇതിനിടയിലാണ് ഇന്നലെയും ഇപ്പോൾ 3 കേസുകൾ രാഹുലിനെതിരെ എടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പോലീസിന്റെ ഈ നടപടികൾക്കെതിരെ നടപടികളെ ശക്തമായി പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് എന്നൊരു വിവരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മറ്റ് പ്രതിഷേധ പരിപാടികളെ കുറിച്ചൊന്നും വിവരം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. ഇന്ന് പ്രധാനപ്പെട്ട പ്രതിഷേധ പരിപാടി നൈറ്റ് മാർച്ചാണ്. കൂടാതെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാഹുലിന്റെ 2 ജാമ്യാപേക്ഷകൾ തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്നു എന്നതാണ്. വിദ്യ. ശരി സൂര്യഗായത്രി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷകൾ ഇന്ന് കോടതി പരിഗണിക്കും. സെക്രട്ടേറിയറ്റ് DGP ഓഫീസ് മാർച്ചുകൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇന്ന് BV ശ്രീനിവാസ് പങ്കെടുക്കുന്ന നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്തു നിന്നും സൂര്യഗായത്രിയാണ്.